മകനെ എവിടെ ഇരിക്കടാ? ഞാൻ വരടാ. നിനക്ക് അമ്മാവെ വിശ്വസിച്ചില്ലയാ? നിന്റെ അഴുക്കമോണ്ടല്ല, തെണ്ടി സ്വഭാവമാണ് അവനെ, തെണ്ടി സ്വഭാവം. ഞാൻ അടിച്ച് തൊലയ്ക്കൂന്ന് പറഞ്ഞ എന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. ഇവൻ അച്ഛൻ അവൻ അച്ഛൻ ഉണ്ടാക്കിയതാണ് അവനെ. വരണ്ടടാ നാളെ, നീ വരണ്ട. നീ കറങ്ങി നടാ പട്ടി, തെണ്ടി, തെണ്ടിയുടെ മോനെ. പുള്ളിയുടെ വണ്ടി ഇതോ മുകളിൽ പോണ്ടല്ലോ. പക്ഷേ എവിടെ സാറേ? താഴെ ഇതാ വന്നു. എന്താ മോനെ തട്ടിക്കഴിഞ്ഞാൽ തെറിക്കും അവൻ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. സാർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഇങ്ങനെയുള്ളവരെ പുറകെ പോകല്ലേ, അല്ല അവന്റെ കൂടെ ഉള്ളവന്റെ പുറകെ പോണം. കൂടെ പെണ്ണ് പോയണ്ടില്ലേ സാറേ? ഒരു ചേസിലുണ്ട് ആക്ച്വലി. ആ സാറേ, ഇത് 2-3 ആയി. ഞാനൊരു കാര്യം പറയട്ടെ. അത് എടുക്കുന്ന ആൾക്ക് ഒന്നുകിൽ 2 ഡ്രൈവർ, ഒരു 2 പേഴ്സൺസ് അതിനകത്ത് വെക്കുക. ഓക്കെ, ഞാൻ മിക്കപ്പോഴും നോക്കുമ്പോൾ ഓരോരുത്തർ ആളുകളുടെ ഓരോ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് വേറെ വണ്ടി എടുത്ത് സംസാരിച്ച് നിൽക്കുക സാർ. ആക്ച്വലി ഇല്ല, നിങ്ങൾക്കത് തന്നിട്ടും കാര്യമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. 2 പേരെ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ ദിയോജന വെഹിക്കിൾസ് എടുത്തോണ്ട് പോകുമ്പോൾ 2 പേര് ഇതോ പോകുന്നുണ്ട്. അവന്റെയൊക്കെ വിളച്ചില് സാറേ, അവനെയൊക്കെ പിടിച്ച് തറയിട്ട് ഉരയ്ക്കാൻ. അവനെയൊക്കെ എന്റെ സ്വഭാവം മാറിയോണ്ടല്ല, ഞാൻ വെറും തെണ്ടിയാ. ഞാൻ കൊറേ നേരം ടയർ ഇല്ലായിരിക്കണതേ വളരെ ഉപകാരമാണ്. അല്ലെങ്കിൽ നാട്ടുകാർ പറയും നമ്മളായിട്ട് അപ്പൊ നമ്മുടെ ടയർ പൊട്ടിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല. ഓക്കെ, ലീവ് ചെയ്തേക്ക് നിങ്ങള്. ഓക്കെ, അത് വണ്ടി നിർത്ത്, വണ്ടിയടുത്ത് സംസാരിക്കാം, വണ്ടിയടുത്ത് സംസാരിക്കാം. അതാ വണ്ടി ആണോ? അതെന്നെ പറഞ്ഞുതരാം, വണ്ടിയടുത്ത് വണ്ടിയടുത്ത് കിട്ടിയോണ്ടല്ലോ ഞാൻ അടിച്ചു തൊലക്കിഞ്ഞ. ഒരു ദാശനെ കാണിക്കൂലേ കേട്ടോ? ഞാൻ വലിയൊരു ക്രൈമാണ് ആക്ച്വലി. അത് കാണിച്ചിരിക്കുന്നത് ഭയങ്കര മോശമാണ്. അത്രയും പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. ഇത് ഏത് ലെവലിലോട്ട് പോകുന്നല്ലോ പിടുത്തമുണ്ടോ നിനക്ക്? സാർ ഞാനൊന്ന് ഒറ്റയ്ക്ക് പോട്ടെ സാർ. ഞാൻ ഒറ്റയ്ക്ക് പോയി, നമ്മളിങ്ങനെ ഒരുമിച്ച് പോയാലേ ഇവൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പിടിച്ചോണ്ട് ഒരു അരമണിക്കൂറിനകത്ത് വരാം. ലാസ്റ്റിന് നമ്മുടെ എസ് എം സാർ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോ എവിടെ അപ്പാവിടെ വീട്ടു വാസല? ഓക്കെ ഓക്കെ എന്നെ എഫക്ട് ചെയ്യല്ലേ? നമ്മുടെ ബുദ്ധിമുട്ട് പ്രശ്നമല്ല. ഓക്കെ, ഒരു അടിയൊക്കെ കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് കമ്മ്യൂണിറ്റി സർവീസ് പിന്നെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. വീടിനകത്ത് കയറാനുള്ള ചാൻസ് ഉണ്ടോ? പെട്ടെന്ന് വന്നേ. സാർ ആള് മുതുക്ക് ലൊക്കേഷനിലോട്ട് വന്നോണ്ടിരിക്കുകയാണ്. മുതുക്കിൽ ഏതെങ്കിലും ഓഫീസർ ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ ബ്ലോക്ക് ചെയ്യണേ. എത്താറായി എക്സ് കഴിഞ്ഞ് ഇയാള് നേരെ വരികയാണ്. ഇപ്പൊ എത്തും മുതുക്കില്. ക്ലോസ്റ്റ് പോയി. പെട്രോൾ പമ്പ്
ആളിവിടെ തന്നെ ഉണ്ട്. ബാക്ക് ടു TV ഗാങ് ഓഫ് സൈഡ്. പിങ് ഇടുന്നുണ്ട്. പിങ് ഫോളോ ചെയ്യണേ. കുട്ടി വണ്ടിക്കൊക്കെ 300-400 സ്പീഡ് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം. ഐസൈറ്റിൽ നിന്ന് പോയി TV ഗാങ് ഓഫ് കഴിഞ്ഞ് പോയിട്ടുണ്ട്. മാഡം ഇതിന്റെ ബാക്കിക്കൊണ്ട് പിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്? സാർ എനിക്കൊരു വണ്ടി സെപ്പറേറ്റ് എടുത്ത് തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും സാറേ. ഞാനത് സെറ്റാക്കി തരാം. 2 ഷോപ്പ് യൂണിറ്റ് വേണം, ബാക്കിയുള്ളവര് ലാൻഡ് യൂണിറ്റ്. കൊച്ചു കുട്ടിയാണ്, അതുകൊണ്ട് നമുക്കത് ടേക്ക് കെയർ ചെയ്തേ പറ്റൂ. കാരണം സിറ്റിസൺസ് കുറച്ച് ടോക്സിക് ആണ് അതിന്. ഓക്കെ, അവർ ഓൾറെഡി പ്രൊട്ടസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത ആരാണ് സാറേ? ഈ പ്രൊട്ടസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിനെ പിടിച്ച് ആദ്യം ഇടിക്കണ്ടേ സാറേ? ഇല്ല, കുഞ്ഞു പിള്ളേരെ ആ കുട്ടിയുടെ ചേച്ചിയാണാ? ലേഡി ആ കോച്ചിന്റെ ചേച്ചിയാ. ചേച്ചിയല്ലേ? ഓക്കെ സാർ, ഇത് നല്ല പമ്പ. എവിടെ നിന്ന് പെട്രോൾ അടിക്കാം? എന്നെയാണ് സാറേ. ഓക്കെ, ഞാൻ എന്തിനാണ് റിപ്പയർ ചെയ്യണേ? കംപ്ലൈന്റ് ആവുന്നില്ലടാ, അത് ജസ്റ്റ് ഈ വെഹിക്കിൾസിന്റെ ഇത് മാത്രമേ മാറുന്നുള്ളൂ. ആക്ച്വലി ഒരു അറ്റംപ്റ്റ് മാറുന്ന കേസ്. ആദ്യം വരാം സാർ, ഇത് കഴിഞ്ഞിട്ട് വരാം. ഹലോ മോനെ, കേസില്ല. ആ ഇല്ല. എവിടെ ഉണ്ട് കേസ്? അവര് കേസ് അവര് ഇത് പിൻവാങ്ങി. ഞാൻ ഓഫ് ഡ്യൂട്ടി. നീ എവിടെ? ഇങ്ങോട്ടോ? എന്നൊന്ന് പിക്ക്. എലി വിദ്യാലയ. ഓക്കെ. സാറേ ഇപ്പൊ വരും. സാറേ ഇപ്പൊ വരും. ആളിപ്പോ വരും. പെട്ടെന്നാ. ഞാൻ അങ്ങോട്ടേക്ക്. ഹലോ, ഓഫ് ഡ്യൂട്ടി എടുത്തു. നീ എവിടെ? ആര്? ഇല്ലടാ. എന്തിനും പറഞ്ഞിട്ടും പുള്ളി കേൾക്കണില്ല. ഇല്ല സാറിനെ കണ്ട്. ഞാൻ ഓഫ് ഡ്യൂട്ടി എടുത്ത് പറഞ്ഞാൽ വിളിച്ച ആളാ. അത് പീഡി കണ്ണാ, എക്സ്പോർട്ട് തന്നല്ല. ഹലോ പുള്ളേ. എങ്ക പീടി വരാ. എന്തുപറ്റി? சொல்லடா. ஆபீசர் മനസ്സിലാവടാ? நான் ஆறுன അറിയുமா? ചന്ദ്രബോസോட പുള്ള. ഇതുപോലെ സാധനം എന്നെ പിടിക്കാൻ முடியாது. മാഡം വണ്ടി എടുത്തോ മാഡം, ഞാൻ ഫുഡ് ഒക്കെ വാങ്ങിച്ചിട്ട് വരാം. ഹലോ സർ. എങ്ക ഇറക്കടാ? അത് പറയാൻ முடியாது സർ. கொஞ்சம் கஷ்டம் சார். முடிஞ்ச கண்டுபிடிங்க சார். എന്താ പേടിയാ? எனக்கு ஒண்ணும் പേടിയില്ല சார். പേടിയാ? പിന്നെന്താ പറയാത്തെ? நான் அப்பவே പറഞ്ഞேன் ഇവിടെதான் இருக்கேன் അവിടെதான் இருக்கேன். நான் அப்பவே പിടിக்க முடியல. പറയടാ, ഒന്നുകൂടി പറഞ്ഞു നോക്ക് നീ. പസഫിക് ബാങ്കില് ഉണ്ട്. പസഫിക് ബാങ്ക്? അതെവിടെ പസഫിക് ബാങ്ക്? പസഫിക് ബാങ്ക് പിഡി ഓഫീസറിന്റെ ചോദിച്ചാ അറിയും. മകനെ
എടാ ഒരു മിനിറ്റ് വള്ളി സ്പീക്കർ നീ എവിടാ നീ അല്ലെങ്കിൽ നീ എവിടാ நீ சொன்னா எனக்கு பயமா இருக்குமா நான் நீ எது சொல்லி தர மாட்டேன் நான் இப்ப வந்து நம்மளோட என்ன ஆச்சுன்னா பீடியில வந்து வாவானால இருந்தோமா ஓகே நீ எங்க இருக்கு நான் அவட வந்து பேசாம் எங்க இருக்கு ஆனாமா ஊர்ல பேசலாமா എവിടെ ഇരിക്കടാ ഞാൻ വരടാ നിനക്ക് അമ്മാവെ വിശ്വാസം ഇല്ലയാ ഉമ്മ വിശ്വാസം இருக்குமா ഗൺ പോയിന്റ് பண்ணி ஏதாவது செய்தா എന്ത് ചെയ്യാൻ നീ ഇപ്പോ എവിടാ நான் இப்ப வந்து அம்மா ரேஸ் கோர்ஸ் അറിയുமா കോഡ് சொல்லடா എനിക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ല കോഡ് சொல்லு இல்லம்மா பக்கத்துல அந்த பீடி நின்னு கேக்குறாங்களா அவங்களுக்கு தெரியும் ரேஸ் கோர்ஸ்னு சொன்னா தெரியும் പീടിയാ എവിടെ പീടി இல்ல ഇല്ല இல்லம்மா நம்ம எப்பயுமே இந்த மணி டஃப் வருவோம்ல அங்கதான் നീ ടഫ് അതാ വരണ്ട ഇവനെ മെറ്റവൻ പുണ്ടച്ചിവൻ ഉറപ്പിച്ചോ ഇത് മെറ്റയാ എടി ഞാൻ ഒരു PD ഓഫീസറിനെ തട്ടിക്കൊണ്ടുവന്നു നാണോ ഇല്ലാത്തവനാ ഇപ്പൊ അവിടെ നിക്കും കേട്ടോ മറ്റേന്ന് മൊത്തം പറഞ്ഞോണ്ടല്ലേ മണി ടഫ് നിന്റെ അഴുക്കമോണ്ടല്ലോ തെണ്ടി സ്വഭാവമാണ് അവനെ തെണ്ടി സ്വഭാവം ഞാൻ അടിച്ച് തൊലയ്ക്കൂന്ന് പറഞ്ഞേ ഞാൻ അറിയാം ഞാൻ പിടി കയറിയത് എന്നിട്ട് ചന്ദ്രന്റെ മോനായതുകൊണ്ട് ഞാൻ പിടി തരത്തില്ലാന്ന് അവൻ ആരാ കാട്ടവനാ മോൻ ഞാൻ വിളിക്കട്ടെ വിളിക്കട്ടെ സൂര്യ ഞാൻ മണി ടഫ് വന്ന് എവിടാ അവിടെ എവിടെ ഇരിക്കണേ ഈ നാറിയുണ്ടല്ലോ ഇനി ടിക്കറ്റ് വലിക്കോ ഇത് പന്ന കഴിവേറിയുടെ മോൻ എന്താ പറഞ്ഞേ അറിയാം ആ അവിടെ തന്നെ ഉണ്ടെന്ന് പഠിച്ചു കയറിയത് പോലെയൊക്കെയാണല്ലോ അണ്ണു വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞേ സൂര്യ சொல்லுமா என்னாச்சு வா வண்டி கேறு வா பக்கத்துல ஆறுமா இது என்னோட ஃப்ரெண்ட் സംസാരം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പാടില്ല ഇറങ്ങടാ വണ്ടിന്ന് വണ്ടി കേറടാ വണ്ടി കേറി ഇപ്പൊ വണ്ടി കേറിയില്ലെങ്കിൽ ഞാൻ ഡോക്യുമെന്റ് എടുക്കുവേ വണ്ടി കേറടാ ഈ വണ്ടി കേറങ്ങോട്ട് இதுபோல மாட்டிக்க கூடாதுப்பா அப்பா அப்பா வந்து சோதிக்குமா என்ன நீ எடுக்கிற நான் பிடியாம நீ போய் மாட்டி പീടിയില്ലടാ அம்மா அப்பா பிடியாயிமா ഇറങ്ങി ഞാൻ വാ പീടി പോയി அது അപ്പനെ കാണാം വാ பிரச்சனை சத்தியம் பண்ணா இப்ப நான் மாட்டிக்கிட்டா அசிங்கமா புத்திமுட்டு നീ ഇപ്പൊ ഞാൻ വിളിച്ചാ വരുന്നുണ്ടോ ഇല്ല ഇല്ലെങ്കിൽ പിന്നെ ഇനി വരല്ലേ ഇറങ്ങി അടുത്തത് ഈ വണ്ടി വെച്ച് തന്നെ പിടിക്കാൻ ഈ പറ്റുമോ തൊട്ടി വണ്ടി അവനെ ഇത് മാച്ച് കത്തിച്ചോളാം ഒരു സംശയമില്ലേ പീഡിതാക്കിന്ന് പറഞ്ഞു കാര്യം എന്താണ് ഇത്രയും പീടി അവന്റെ പുറകെ പോവാൻ എന്താണ് കാര്യം എടി അവളിട്ട് ഒരുത്തനെ കുത്തിയെന്ന് എന്റെ ആദ്യത്തെ കേസ് ഇവനാ മയിലൻ സൂപ്പർ അച്ഛൻ മോനെ പിടിക്കുന്നു നിന്റെ ഈ ഒലത്തിയ വണ്ടിയും കൊണ്ട് വന്നേക്കാണല്ലോ ഒലത്തിയ വണ്ടി ഇത് നിന്റെ അച്ഛന്റെ ജാമ്പൂന്റെ അടുത്ത് അങ്ങനെ വാങ്ങിയ വണ്ടിയാണ് ഇത് റേഡിയോ കോൾ എടുക്കും നിർത്താൻ പറ നമ്മളെ കൂടെ കേറ്റാൻ പറ എന്റെ ഇന്ന് തന്തേണ്ടി കേട്ട് പോയേ എന്റെ സമനില തെറ്റിയിരിക്കുകയാണേ ബ്രോ ഞങ്ങളെ പീഡിയാണ് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഈ വണ്ടിയുടെ ആവശ്യമുണ്ട് ഒന്ന് തരാവോ ഈ വണ്ടി എടുത്തു പിങ്ക് വണ്ടി എടുത്തോ അല്ലേ അങ്ങോട്ട് പോയാ അങ്ങോട്ട് ഇതാ പോകുന്നത് എടാ പരനാറി ആരാ ഈ പ്രൊഡക്ഷനൊക്കെ ഇടുന്നത്
നേരെ പോയാ പോട്ട് കൊടുക്കോടാ, നിന്റെ പോട്ട് കൊടുക്കോടാ, സ്പീക്കർ നിന്റെ പോട്ട് കൊടുക്കോ. ഒരു വാർത്ത വണ്ടി നിർത്ത്, ഒരു വാർത്ത. ഓക്കെ ഓക്കെ ഓക്കെ. ആ എല്ലാം പിടിച്ചിട്ട് വാ. ആ പോയിലാകാത്, നീ സറണ്ടർ അപ്പൊ പേര് പോവൂല, നിന്റെ പേരേ പോകത്തുള്ളൂ. എടാ നിനക്ക് നിന്റെ അപ്പാവെ രക്ഷിക്കാൻ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. അറിഞ്ഞൂടാ അവന് കള്ളൻ. ഇവന്റെ ഇത് വണ്ടി ഞാൻ പിടിച്ചു വാങ്ങിക്കാം. ഇത് കഴിഞ്ഞിട്ട് ഈ കുണ്ടച്ചുമായി വണ്ടി ഓടിക്കണ്ട. ഇനി ഞാൻ വേണമെങ്കിൽ വിൻഡോ ഇറങ്ങി ഫയർ ചെയ്യട്ടെ. മറിയണേ വണ്ടി. ഇറങ്ങടാ. ഞാൻ പിടിച്ചു വന്ന എന്നെ പീഡി കേൾക്കും. ഇവൻ അച്ഛൻ ഉണ്ടാക്കിയതാണ്. അവനെ അച്ഛൻ നോക്കി പന്നം. എന്റെ വണ്ടി നമ്മളെ ചേസ് ചെയ്യുന്നുണ്ട്. ഹലോ ബരസാറേ, ബരസാറേ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആളെ കണ്ടായിരുന്നു അവിടെ വെച്ച്. അവൻ പിടിയെടുക്കാതെ പീടിയായിട്ട് നോക്കിയത് നടക്കുക. അറസ്റ്റ് ഇഷ്യൂ ആയിട്ടുണ്ട്. ആ സാറേ ആളെ പിടിച്ചോ സാർ. ആച്ചിട്ട് എന്താ ചെയ്തു സാറേ? കുഴപ്പമൊന്നുമില്ല. ടോണി സായദ് അവനെവിടെ? ഓഫീസർ എവിടാ? എവിടെ? ചെല്ലുമല്ലേ? ആ സ്പീക്കർ 200 50 CR ഞാൻ തരാം. വാസലി വാ. നീ ഫസ്റ്റ് സെൻഡ് பண்ணமா, അത് വെരിഫൈ ചെയ്തിട്ട് വരണ്ടടാ നാളെ. നീ വരണ്ട, നീ കറങ്ങി നടാടാ പട്ടി. ഞാൻ ഡോക്യുമെന്റ് എഴുതാൻ പോവാടാ തെണ്ടിയുടെ മോനെ. പിന്നെ 50 CR എന്റെ പട്ടി കൊടുക്കും. വേറെ വല്ല കേസ് ഉണ്ടെങ്കിൽ നോക്ക്. ഹലോ പറഞ്ഞോ. ഞാൻ പറയണത് ഭരിച്ചാർ അവനെ ഒന്ന് പിടിക്കട്ടെ, അതായിരിക്കും നല്ലത് അല്ലേ? ഹലോ ഞാനേ ഇത് ഊരി വെച്ച് ശവരത്തിന് പോവാ. ആ ഇതാണ് നല്ലത് കേട്ടോ, ഇതാ നല്ലത്. ആർമർ മാത്രം ഇട്. കാര്യം പറ്റേ ഇതുമല്ല. സൂര്യ അതെ ഞാനൊരു കാര്യം പറ്റടാ. തെണ്ടി നീ മെറ്റലടാ, നീ പട്ടി നാണോല്ലാത്തവനെ. സത്യമല്ലടാ. അമ്മ കൊണ്ട് സത്യം ചെയ്യടാ. ഏതമ്മ? അലീനമ്മല. ആ കള്ള നീയേ ആദ്യം മര്യാദക്ക് നീ ആദ്യം നിൽക്കില്ലേ കേട്ടാ. നീ കള്ള. ഞാൻ കൊറേ കണ്ടായിരുന്നു ഇത് കേട്ടാ. ആ ഒലത്തും നീ അങ്ങ് മാറി. ഞാനും കൊറ കേട്ടാ. മെച്ച പട്ടി നാളല്ലാത്തവനെ. ആ സത്യം നീ ഒലത്തി നീ പോടാ. ഞാൻ പറയണതേ
എത്ര ദിവസത്തേക്കാ പീടിയില്? ഇല്ല ഇവനെ ഞാൻ പിടിച്ചോളാം ഇവനെ പിടിക്കുവേ ഇവനെ ഞാൻ പിടിക്കും അലീന ഇവനെ അവൻ കസിനോലുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. കസിനോടെ ഫ്രണ്ടിലുണ്ട് ആള്, ഫ്രണ്ടില്. പതുക്കെ ഇവിടുന്ന് കേറിയ സർപ്രൈസ് ആവും. ഡയറക്റ്റ് എന്താ മെറ്റാണവൻ? എടി ഇവൻ മെറ്റാ. വണ്ടിയുടെ ഇടയിലോട്ട് പോയി. ഇറങ്ങി സാറേ തോക്കുമാര് ഹലോ തോക്കുമാര് ഓക്കെ സൂര്യ പ്ലീസ് കം വിത്ത് us. ഓക്കെ നാണമില്ലാത്ത പട്ടി. ചന്ദ്ര പുള്ളിയെ കൊണ്ടുപോവാം. അമ്പത്തൂരെ സാർ കാര്യം പറ്റേ ഇങ്ങോട്ട് ജൂടെ നിന്ന് എടാ ഇപ്പം പിടിച്ചില്ല ആളെ പിടിച്ചില്ലേ? നിന്റെ ഇപ്പൊ സാറിന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നാ? ഇല്ല തീർന്നിട്ടില്ല. ഇനി എന്താ ചെയ്യണ്ടേ? ഇനിയുണ്ടല്ലോ ബാക്കി. ഇനി അല്ല ഇനി പിടിച്ചു കഴിഞ്ഞു. എന്റെ കുഞ്ഞല്ലേ, അപ്പൊ ആ ഒരു ഇതിലിട്ടൂടെ? അല്ല കുഞ്ഞിന്റെ കാര്യമില്ല, സാറിന്റെ കാര്യമുണ്ടല്ലോ. ആരെ രീതി വിട്ടാ മതി. രീതി വിട്ടാ കൊല്ലടാ ചൂടാ. കൊല്ലടാ സാറേ ഇവിടെ ഗാങ്സ്റ്റേഴ്സ് എന്തോ അടിയാണോ സാർ? നമുക്കിവിടെ മാറിയാലോ? சொன்னல ஊன் பாசத்துக்கு தான் நான் வந்தேன். நீ எப்போ ஏமால സാർ എടാ ഞാൻ ഇപ്പൊ വെയിറ്റ് വാച്ച് വിളിച്ചോണ്ട് തല്ലിക്കൊല്ലി. ഇവിടുന്ന് ഫ്രണ്ടിൽ നോക്കല്ലേ. എടാ ജൂടെ ദൂരെ നിന്നിട്ട് അവനെ കൊന്നിട്ട് പോയ ജൂടെ ദൂരെ നിന്നിട്ട് അവനെ കൊന്നിട്ട് പോയ ജൂടെ. പെട്ടെന്ന് പോണേ. ഓൺ ഷോട്ടെ. ചുമ്മാ സാർ കൊന്നിട്ട് പോയി സാർ. സാർ ആ ഹെലികോപ്റ്ററിലാണ് കൊന്നിട്ട് പോയെ. സൂര്യബോസിനെ പിടിച്ചോണ്ടാണ് സാർ അവനെ അടിച്ചിട്ട്. സാർ ആ ഹെലികോപ്റ്റർ പോയാൽ അല്ല ഈ സാർ അല്ല എന്റെ സാറിനെ വിളിച്ചേ. സാർ ഞാൻ പിസ്റ്റൽ എടുക്കാൻ നേരത്തെ പെട്ടെന്ന് എയർ വന്ന ഞാൻ ഹെലികോപ്റ്ററിനെ എയർ വെച്ച് പിടിച്ചു. കുഴപ്പമുണ്ടോ? അല്ല സാറേ കുറ്റവാളി രക്ഷപ്പെടാതിരിക്കാൻ പെട്ടെന്ന് ചെയ്ത അല്ല പിസ്റ്റൽ അല്ലല്ല അത് ഞാൻ ഓക്കെ സോറി സാർ ഇനി ഉണ്ടാവില്ല സാർ. അല്ല പെട്ടെന്ന് ഒരാൾ മർഡർ ചെയ്തിട്ട് പോയപ്പോഴേ ഹെലികോപ്റ്റർ വന്ന് ആരും അടിച്ചിട്ടിട്ട് പോയി. സാറേ ഡോക്ടറാണ് സാർ. ഈ ഡോക്ടറിനെയാണ് നിങ്ങൾ അന്യായമായിട്ട് കൊല്ലാൻ വേണ്ടി സമ്മതിച്ചത്. നമുക്ക് മെഡിക്കൽ കൊച്ചിന്റെ അച്ഛൻ വന്നിട്ടില്ല, എന്ത് ചെയ്യും? കൊച്ചിന്റെ അച്ഛനല്ലേ താ നിക്കുന്നേ. സാറേ വേറെ അച്ഛനുണ്ടോ? സാർ സൂര്യൻ അറസ്റ്റ് ചെയ്തുകൊണ്ടല്ലോ സാറേ. ഒരു കാര്യം ചോദിക്കട്ടെ ചന്ദ്ര, ഞാൻ പറഞ്ഞു ഒരു കുടുംബകല ഉണ്ടാകും. വേണ്ട ഞാൻ പറഞ്ഞത് ആളിപ്പോ പീടിയിലല്ലേ, അപ്പൊ എങ്ങനെ കൊണ്ടുവരും അതാണ് ഉദ്ദേശിച്ചത്. കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പുള്ളിയും വരും. ഞാൻ വിശ്വസിച്ചു. ആണോ?